ക്ലേശവാരിതിങ്ങൾ പെട്ടു ഞാനുഴലുമ്പോൾ ക്ലേശവാരിതിങ്ങൾ പെട്ടു കുസൃതി ബാലകനും ശ്രീയേശു ഭഗവാനും ശ്രീയേശു ഭഗവാനേ ജഗദീശ കരുണാനിറഞ്ഞവനേ പാവനമൂർത്തേ കരുണാനിറഞ്ഞവനേ സാധുബാലകനും നീ അധർമ്മ കാടുകളെ വെട്ടി തെളിച്ചതും നീ അധർമ്മ കാടുകളെ വെട്ടി തെളിച്ചതും നീ സത്യത്തിൻ ദൈവങ്ങളെ നാട്ടു തെളിച്ചതും നീ സത്യത്തിൻ ദൈവങ്ങളെ നാടു തെളിച്ചതും നീ കരുണാനിറഞ്ഞവനേ പാവനമൂർത്തേ കരുണാനിറഞ്ഞവനേ അജ്ഞാത രഹസ്യങ്ങൾ എല്ലാമേ വെളിവാക്കാൻ രഹസ്യങ്ങൾ എല്ലാമേ വെളിവാക്കാൻ നീയേഴും നള്ളണമേ എൻ മുന്നിൽ ഭഗവാനേ നല്ലനാമേ എൻ മുന്നിൽ ഭഗവാനേ നീയേഴും നള്ളണമേ എൻ മുന്നിൽ ഭഗവാനേ നള്ളണമേ എൻ മുന്നിൽ ഭഗവാനേ കരുണാനിറഞ്ഞവനേ പാവനമൂർത്തേ കരുണാനിറഞ്ഞവനേ ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ശ്രീനാരായണീയരെ, ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ വേദിയിൽ ചെറിയ ഭവനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഛായാപടം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാവേദി ഒരുങ്ങിയിട്ട് ഇന്ന് 16-ാം വർഷമാണ്, 16-ാം പ്രതിഷ്ഠാ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 15 വർഷക്കാലം നമ്മൾക്ക് ഇത് തടസ്സം കൂടാതെ ഇവിടെ നടത്തുവാൻ ഗുരുദേവന്റെ കാരുണ്യത്താൽ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേറ്റ അഭിമാനമുണ്ട്. അതിനു മുൻപായിട്ട് ഈ വേദിയിലേക്ക് ഈ തണുപ്പ് സമയത്ത് ഈ തണുപ്പും മഞ്ഞും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്തിട്ട് അടുത്തുനിന്നും ദൂരെ നിന്നും വന്നിട്ടുള്ള എല്ലാ അഭിമന്യരായ ഭക്തജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും
ഗുരുവിൻ്റെ പേരിലും ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലും ഞാൻ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ഗുരുവിൻ്റെ സന്നിധിയിൽ എത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ഗുരുവിൻ്റെ അനുവാദമില്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരുവാൻ തടസ്സങ്ങളുണ്ടാകും. ഈ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം നിങ്ങൾക്ക് മറികടന്ന് ഇവിടെ ഈ സന്നിധിയിൽ എത്താൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ സൗഭാഗ്യമായി നിങ്ങൾ കരുതണം. കാരണം ഗുരുദേവനെ ആളുകളെ അടുത്ത കാലം വരെയും സമുദായ ഉദ്ധാരകനായിട്ടോ ഒരു സാധാരണ ഒരു ആത്മീയ തലത്തിൽ അറിയാതെ ഭൗതിക തലത്തിൽ മാത്രമാണ് ഇത്രയും കാലം നമ്മളെ ഗുരുവിനെ അറിഞ്ഞിട്ടുള്ളത്. ഗുരുവിനെ പ്രാർത്ഥിക്കണമോ എന്ന് ചോദിച്ചാൽ പോലും പലർക്കും സംശയമാണ്. ഗുരുവിനെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടോ? ഗുരു ആരാണ്? പക്ഷേ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഗുരു ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. വേദം പഠിക്കുവാനോ ധർമ്മം പഠിക്കുവാനോ ശരിയായ ഈശ്വരാരാധന നടത്തുവാനോ കഴിയാതിരുന്ന ഒരു കാലം. അതേ കാലമൊന്നും ആയിട്ടില്ല. നമുക്ക് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപിലത്തെ കാര്യമായി സംസാരിക്കുന്നത്. അപ്പോൾ അതിന് എങ്ങും ആരുടെയും കാലും കൈയും പിടിക്കാതെ അവിടുന്ന് തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയതിന് ശേഷം സ്വയം അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ഈശ്വരനുണ്ടോ ഈശ്വരനില്ലയോ എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു സമൂഹത്തിലേക്ക് വരുന്നത്. കുറേ നാള് കാട്ടിലും വനത്തിലും കുറേ നാള് അവധൂത വൃത്തിയിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വ്യക്തമായി ഈശ്വരനുണ്ട്, ഈശ്വരനാണ് എല്ലാം, ഈശ്വരനിലാണ് എല്ലാം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പരബ്രഹ്മസ്വരൂപമായ പരമേശ്വരനിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ആ സത്യത്തെ ലോകത്തെ അറിയിക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നും അതിനുവേണ്ടി ജന്മമെടുത്ത ആയിരുന്നു ശ്രീനാരായണ ഗുരു. അത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതായത് എപ്പോഴൊക്കെയാണോ ലോകത്തിൽ അധർമ്മം പെരുകുന്നത്, അസത്യവും അധർമ്മവും നടമാടുന്നത്, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം ഈശ്വരൻ തന്നെ തൻ്റെ വിശിഷ്യമായ പ്രത്യേക ഒരു ജന്മമെടുത്തുകൊണ്ട് ലോകരെ രക്ഷിക്കുന്നതിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും സത്യം തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടി ലോകമുണ്ടായ കാലം മുതൽ ഓരോ രൂപത്തിൽ ഓരോ അവതാര പുരുഷന്മാരായി ലോകത്തിൽ വന്ന് അവർ ഗുരുക്കന്മാരായി നമ്മുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളവരാണ് ക്രിസ്തുവായിരുന്നാലും കൃഷ്ണനായിരുന്നാലും രാമനായിരുന്നാലും നബിയായിരുന്നാലും ബുദ്ധനായിരുന്നാലും ഇവരെല്ലാം ഓരോ കാലത്തിന്റെ അവതാരങ്ങളായിരുന്നു. ഓരോ കാലത്ത് ജനിക്കുകയും ഗുരുക്കന്മാരായി പ്രവർത്തിക്കുകയും ലോകത്തെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ കലിയുഗത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ രൂപത്തിൽ മനുഷ്യവേഷത്തിൽ ശ്രീനാരായണ ഗുരുവായിട്ടാണ് അവതരണം ചെയ്തത്. അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ലായിരിക്കാം, എങ്കിലും അതാണ് സത്യം. ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. ജാതിഭേദം മതദ്വേഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം കൊടികുത്തി വാഴുന്ന സമയം. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഒരു നായ്ക്ക് മറ്റൊരു നായെ കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസമില്ല, അതറിയാം എന്റെ എണ്ണമാണ്, എന്റെ വർഗത്തിലാണ്. എന്നാൽ ഒരു മനുഷ്യന് സഹജീവിയായ ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു കാലം. നീ മാറിപ്പോകൂ. അതായത് പൊതുനിരത്തിൽ കൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ല, നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുവാൻ അവകാശമില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിയാണ്, കൊലയാണ്, പലതരത്തിലുള്ള പീഡനങ്ങളാണ്. ഈ അടുത്ത കാലത്ത് വരെയും ജാതിക്കോമരങ്ങളെ കൊണ്ട് കേരളമെന്നല്ല ഭാരതമെന്നല്ല ലോകം മുഴുവൻ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി മനുഷ്യന് സ്വൈര്യതയില്ലാതെ സമാധാനമില്ലാതെ അവന്റെ വേല ചെയ്ത് അവന്റെ ജീവിതം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിവർത്തിയില്ലാത്ത ഒരു കാലയളവിലാണ് ഗുരുദേവന്റെ വരവ്.
വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ കണ്ടിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞു, അങ്ങനെ വിശേഷിപ്പിച്ചു. ആ ഭ്രാന്താലയത്തെ ദേവാലയമാക്കി മാറ്റുവാൻ ഗുരുദേവനാൽ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു മഹത്വമാണ്. അതുകൊണ്ട് ഗുരുദേവൻ ചെയ്ത കാര്യങ്ങൾ ഇന്നത്തെ പിൻതലമുറയ്ക്ക് ശരിക്കും അറിയില്ല. അവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു, അവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലർക്കും വിദ്യാഭ്യാസമില്ലാതിരുന്ന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും സംഘടിച്ച് ശക്തരാകുകയും അതായിരുന്നു ഗുരുവിന്റെ സന്ദേശം. ഇന്ന് ടെക്നോളജിയിലൂടെ, പഠിത്തത്തിലൂടെ എല്ലാ ആൾക്കാരും, എല്ലാ സമൂഹത്തിലെ ആൾക്കാരും വളരെ ഉന്നതമായ നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. ശാസ്ത്രജ്ഞാനത്തിലൂടെ ലോകത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്ര നേട്ടത്തോടൊപ്പം ആധ്യാത്മികമായ നേട്ടം വന്നെങ്കിൽ മാത്രമേ ആത്മാവിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ. മരണത്തെ അതിജീവിക്കുവാൻ ഒരു ശാസ്ത്രജ്ഞനും ഇന്നുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ മരണം ഒരു വലിയ പ്രശ്നമാണ്. ജനിക്കുക, ജീവിക്കുക, മരിക്കുക ഇതെല്ലാവർക്കും സംഭവ്യമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ശരീരം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, നാം ശരീരമല്ല ആത്മാവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപും ആത്മാവുണ്ടായിരുന്നു. അതിനി ഇല്ലാതായാലും ആ ഏകസ്വരൂപമായ ആത്മാവിൽ തന്നെ നിലനിൽക്കും. ഇതാണ് ആധ്യാത്മികതയുടെ പ്രത്യേകത. അതാണ്. പക്ഷെ നമ്മൾ ഇന്ന് അതിനെ അവഗണിച്ചിട്ട് അങ്ങനൊന്നുണ്ടോ, ഈശ്വരനുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണുന്നില്ല, ഈശ്വരൻ എന്തിന് നമുക്ക് ഇതൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നു. പക്ഷെ അതിനുള്ള ഏക വഴി അറിവാണ്. അറിവ് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സമ്പൂർണമാകുകയുള്ളൂ, ആനന്ദമയമാകുകയുള്ളൂ. അപ്പൊ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തു മുദ്രിക്കും. കരുവിനു കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതല വീണ് വണങ്ങി ഓതിടണം. ഇതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. അതായത് അറിവിലും ഏറിയ അറിവില് നമ്മുടെ സാധാരണ കിട്ടുന്ന നമ്മുടെ ഈ സയൻസിന്റെ അറിവല്ല, അതിനുപരിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അറിവ്. നമ്മൾ ആരാണ്, നമ്മൾ എവിടുന്ന് വന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ അന്ത്യം എന്താണ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജലിക്കും. അതാണ് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്ന ദൈവദശകത്തിൽ ഗുരുദേവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈശ്വരൻ അമ്പലത്തിലോ കല്ലിലോ പ്രതിമയിലോ പ്രതിഷ്ഠയിലോ ഒന്നും അല്ല ഇരിക്കുന്നത്, ഉള്ളിലാണ് ഇരിക്കുന്നത്. ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിവിലൂടെ നമ്മൾ അറിയണം. ആ സ്വാത്വിക സ്വരൂപത്തെ, നമ്മുടെ ബോധതലത്തിൽ ഇരിക്കുന്ന അറിവിനെ നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ പുറമേ ഈശ്വരനെ തേടി അലഞ്ഞാൽ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നുവരെയും ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കാത്തത്. അവര് ലോകം മുഴുവൻ പുറമേ അന്വേഷിക്കുകയാണ്, പുറം ലോകത്ത് അന്വേഷിക്കുകയാണ്. ഈ ജീവൻ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ നിലനിൽക്കുന്നു, ഇതെങ്ങനെ പോകുന്നു, എവിടുന്ന് വരുന്നു. പക്ഷെ ഇന്ന് വരെ അവർക്ക് അതിന്റെ സത്യം, ആ രഹസ്യം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഭാരതത്തിലെ ഋഷി വര്യന്മാർക്ക് അത് തുടക്കം മുതലേ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ അവർ രചിച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ രത്നചുരുക്കമാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെയും ദർശനമാലയിലൂടെയും നമ്മുടെ മറ്റു പല സ്വാനുഭവ ഗീതി ഇത് പലതരത്തിലുള്ള ഒരുപാട് 62, 63 ഗ്രന്ഥങ്ങൾ നമുക്ക് അതിനു വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ആളുകൾക്ക് ദൈവദശകം ചൊല്ലാൻ പോലും എത്ര പേർക്കാണ് കാണാതെ ചൊല്ലാൻ കഴിയുന്നത്? പലരെയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പരാജയപ്പെടും എന്നുള്ളതാണ് സത്യം. ദൈവദശകം 100-140 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. അത്രയ്ക്കും അദ്വിതീയമാണ്. വേദാന്തത്തിന്റെ പൊരുളാണ് ദൈവദശകത്തിൽ കൂടെ നമ്മളെ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ആർക്കും എവിടെയും ഏത് മതക്കാർക്കും ഏത് വിശ്വാസികൾക്കും ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കും അനുകരിക്കാൻ പറ്റിയ വിധത്തിൽ അതിനെ വളരെ സംശുദ്ധമായിട്ട് സാധാരണക്കാർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം അത് ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നു. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും നാനാ ഭാഷകളിലും, ഇപ്പം മറ്റു പല ഭാഷകളിലെ വെളിയിലുള്ള ഭാഷകളിലേക്കല്ലാതെ തർജ്ജിമ ചെയ്ത ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു സന്തോഷ വാർത്ത നിങ്ങൾക്കറിയാം. ഗുരുദേവനെ നമ്മുടെ ആളുകൾ വേണ്ടവണ്ണം അറിഞ്ഞില്ലെങ്കിലും
ഇറ്റലിയിലിരിക്കുന്ന പോപ്പിന് അദ്ദേഹത്തെ കുറിച്ച് അറിയണമെന്ന് തോന്നിയ ആളുകൾ എത്തിച്ചു ഗുരുവിന്റെ സന്ദേശങ്ങൾ. ഗുരു എന്താണ് പറഞ്ഞത്, ഗുരു തന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, ലോകത്തിന് എന്താണ് കൊടുത്തത് എന്ന് അദ്ദേഹത്തിനെ മനസ്സിലാക്കുവാൻ നമ്മൾ സന്യാസി ശ്രേഷ്ഠന്മാരും മറ്റു സമുദായക്കാരും ഒക്കെ ചെന്നിട്ട് പോപ്പിന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് യേശു പറഞ്ഞത് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. സ്നേഹമാണ്, നീ സ്നേഹമാണ്, നീ സത്യമാണ്, നീ അറിവാണ്, നീ നന്മയാണ്. മനുഷ്യന് സ്നേഹമില്ലെങ്കിൽ നമ്മളിങ്ങനെ ജീവിച്ചിട്ടെന്താണ്? ഇത്രയും അത് നമുക്കിപ്പം കാണുന്നില്ലേ? ഇത് ഗാസയിലും യെരുശലേമിലും തമ്മിലുള്ള അടി ക്രിസ്തു ഉണ്ടായ അന്ന് തുടങ്ങിയ അടിയാണ്. ഇന്ന് വരെയും ഈ 2025 തീരുന്നില്ല. എത്രയോ പാവങ്ങളാണ് മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പൊരുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഏക ഒരു സമാധാനം ശ്രീനാരായണ ഗുരുവിന്റെ ഏകമതമാണ്, ഏക ലോകമാണ്, ഏക ദൈവ വിശ്വാസമാണ്. അതിനെ ലോകത്തിൽ പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ ലോകത്തിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ തമ്മിലടിച്ച് നശിച്ചുകൊണ്ടിരിക്കും. ഒരു മതം അന്യനും നിന്ദിയും ഒന്നിൽ ഓതുമെന്നാണ് ഗുരുദേവൻ. ഓരോ മതക്കാരും എന്റെ മതം വലുത്, നിന്റെ മതം ചെറുത്, എന്റെ വിശ്വാസം വലുത്, നിന്റെ വിശ്വാസം മോശം, എന്റെ ദൈവത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, നിന്റെ ദൈവത്തിൽ കൂടെ രക്ഷയില്ല. ഇതേ രീതിയിൽ ഭേദചിന്തകള് പരസ്പരം തമ്മിലടിക്കുന്ന ഭേദചിന്താഗതികൾ വളർത്തിയെടുത്ത മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരെല്ലാം ആനയിലെ അന്ധരെന്ന പോലെ ഉഴലുകയാണ്. ഒരു ആനയെ അന്ധൻ കണ്ടിട്ട് ആന എന്തോന്നാ തൂണ് പോലെയെന്നും മുളം പോലെയെന്നും ഒക്കെ പറഞ്ഞ് ഓരോ തരത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ. ഇതൊന്നുമല്ല ഈശ്വരൻ. ഈശ്വരൻ സ്നേഹമാണ്, ഈശ്വരൻ നന്മയാണ്, ഈശ്വരൻ നിന്റെ ഉള്ളിലുണ്ട്. നീ എല്ലാം നിന്റെ സഹജനങ്ങളാണ്, സഹവർത്തികളാണ്, സൃഷ്ടികളാണ്. ഒരേ സമയത്ത് നമ്മൾ പല രൂപത്തിലോ പല വേഷത്തിലോ പല ഭാഷയിലോ പല ചിന്തകളിലോ പല ആഗ്രഹങ്ങളിലോ ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ നീ തിരിച്ചറിയൂ. ആ ഈശ്വരനെ നീ കണ്ടെത്താൻ ശ്രമിക്കൂ. അതെന്താ നിനക്ക് കാണാൻ സാധിക്കാത്തത്? മായ എന്ന ഒരു മൂടുപടം, അസത്യം എന്ന ഒരു മൂടുപടം, അതല്ലാന്നുണ്ടെങ്കിൽ ഇരുട്ടെന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തി നമ്മളെ മൂടിയിരിക്കുകയാണ്. ആ പൈശാചിക ശക്തിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാത്തിടത്തോളം കാലം നമുക്ക് ഈശ്വരന്റെ പ്രകാശത്തിലേക്ക്, ഈശ്വരന്റെ പ്രഭാവത്തിലേക്ക്, ഈശ്വരന്റെ ആ സ്വരൂപത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ പാപപ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് ആ പാപങ്ങൾ ഉപേക്ഷിക്കുക. നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്, നമ്മളെല്ലാം ഒരേ ഈശ്വരന്റെ മക്കളാണ്. അതായത് ഇന്ത്യക്കാരെന്നോ വിദേശീയരെന്നോ കേരളക്കാരെന്നോ നോർത്ത് ഇന്ത്യ എന്നുള്ള ഈ വകഭേദമെല്ലാം ഒരു തരത്തിൽ മാറ്റിവെച്ചിട്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് അല്പകാലത്തെ ജീവിതമാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും സുഖവും സന്തോഷവും ഉണ്ടാകണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലും സഹായവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ കർമ്മപദ്ധതികൾക്ക് സാധിക്കുമെങ്കിൽ അതിനായിരിക്കണം നമ്മൾ മുതിരേണ്ടത്. ഗുരുദേവൻ അതാ പഠിപ്പിച്ചത്. ഗുരുദേവന് ഒരു മതക്കാരും ശത്രുവല്ല. ഗുരുദേവനെ അംഗീകരിക്കാത്തതായി, ബഹുമാനിക്കാത്തതായി, സ്നേഹിക്കാത്തതായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തവരായി ആരും തന്നെയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ സമുദായത്തിൽ ജനിച്ചു എന്ന് ഞങ്ങളുടെ ഗുരുവാ ഞങ്ങളുടെ ഗുരുവാ ഞങ്ങളുടെ ഗുരുവാ എന്ന് പറഞ്ഞ് നമ്മള് അഭിമാനം കൊള്ളുന്നതല്ലാതെ ഗുരുവിന്റെ പാത തുടരുവാൻ, ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ, ഗുരുവിന്റെ ധർമ്മം അനുസരിക്കുവാൻ നമ്മൾ ഇന്നും തയ്യാറായിട്ടില്ല. അതൊക്കെ നമ്മളങ്ങ് മാറ്റിവെക്കും. ആവശ്യം വരുമ്പോൾ നമ്മൾ കള്ളം പറയും, ആവശ്യം വരുമ്പോൾ അയലത്തുകാരനെ ദ്രോഹിക്കും, ആവശ്യം വരുമ്പോൾ ചീത്ത പറയും, വേണ്ടി വന്നാൽ കൊല്ലേണ്ടവനെ കൊല്ലും. അതല്ല ഗുരു പഠിപ്പിച്ചത്. അതായത് അക്രമം കൊണ്ടോ അനീതി കൊണ്ടോ അസഹിഷ്ണുത കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒരിക്കലും ഈശ്വര സന്നിധിയിലേക്കോ ഈശ്വരനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. അത് ഏത് മതത്തിലെ ഏത് ധർമ്മഗ്രന്ഥമാണെങ്കിലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സത്യം, ധർമ്മം, സ്നേഹം, ദയ, ഇതാണ് എല്ലാത്തിന്റെയും കാതലായ വശം. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാഞ്ഞിട്ടല്ല, നമുക്കെല്ലാം അറിയാം. ഇത് തെറ്റാണ്, അത് തെറ്റാണ്, അത് ചെയ്യരുത്, അത് പറയരുത്, ഇത് കുടിക്കരുത്, അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സഹായിക്കണം, രോഗിയെ സഹായിക്കണം, നിർധനൻ എന്തെങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിൽ സഹായിക്കണം, ഇല്ലാത്തവനെ സഹായിക്കണം, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മള് പലപ്പോഴും
നമ്മുടെ സൗകര്യാർത്ഥം, നമ്മുടെ സ്വാർത്ഥ ചിന്ത കൊണ്ട് നമ്മൾ അതൊക്കെ മറന്നു പോകുന്നു, അതൊക്കെ വിട്ടുകളയുന്നു. അതുകൊണ്ട് ഈ ജീവിതം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഈ ജീവിതം ഏത് സമയത്തും ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടതാണ്. ഇവിടെ ആക്ച്വലി ഇവിടെയാണ് നമ്മൾ വരത്തലെന്ന് പറയുന്നത്. നമ്മുടെ ജന്മസ്ഥലം ഇതല്ല, നമ്മുടെ യഥാർത്ഥമായ സ്ഥലവും ഇതല്ല. ഇവിടെ അല്പകാലത്തേക്ക് വന്നു, ഒരു ടൂറിസ്റ്റിനെ പോലെ വന്നു, കണ്ടു, കേട്ടു, തിരിച്ചു നമ്മൾ പോകും. അതുകൊണ്ട് പരമാത്മാവായ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരു എല്ലായിടത്തും ആ ഏക ദൈവത്തെയാണ് പ്രകീർത്തിച്ചിട്ടുള്ളത്. അത് ഏകമാണ്, അദ്വിതീയമാണ്, അനന്തമാണ്, ആദിയും അവസാനവും ഇല്ലാത്തതാണ്. അതെല്ലാവരിലുമുണ്ട്. ത്രിലോകത്ത് പൂർണ്ണമായി നിൽക്കുന്നു. അതില്ലാത്ത ഒരിടവുമില്ല. അതില്ലാത്ത ഒരിടവുമില്ലെങ്കിൽ പിന്നെ ഈ അധർമ്മികൾ എങ്ങനെ വാഴുന്നു? അധർമ്മം എങ്ങനെ ഉണ്ടാകുന്നു? അല്ലെങ്കിൽ ഈ മായ എങ്ങനെ ഉണ്ടാകുന്നു? മായ ഒരു തമാശയാണ്. അത് സൃഷ്ടിക്ക് വേണ്ടി ഈശ്വരൻ സാങ്കല്പികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവാണ്. നമുക്കറിയാം, ഈ മരുഭൂമിയിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ല ഉച്ച സമയത്ത് ദൂരെ നോക്കിയാൽ അവിടെ വെള്ളം ഇങ്ങനെ അലയടിക്കുന്നതായിട്ട് തോന്നും. അതൊരു പ്രതീതിയാണ്. അതിനെ മരീചിക എന്നാണ് പറയുന്നത്. ഈ മരീചിക കണ്ടിട്ട് സാധാരണ മാൻപേടകളോ മറ്റു മൃഗങ്ങളോ വെള്ളം കുടിക്കാമെന്നുള്ള അത്യാർത്ഥയിൽ അതിന്റെ പുറകെ ഓടുകയാണ്. അത് ഓടുന്തോറും ആ മരീചിക അതിൽ നിന്ന് ദൂരെ ദൂരെ മാറിപ്പോകുന്നു. അതുപോലെ നമ്മളും ആ മരീചികയായിട്ട് ആ മാൻപേടകളെ പോലെ സുഖത്തിന്റെ പിന്നാലെ ഓടുകയാണ്. അവിടെ പോയാൽ സുഖം കിട്ടും, ഇവിടെ പോയാൽ സുഖം കിട്ടും, അത് വാങ്ങിയാൽ സുഖം കിട്ടും, വീടുണ്ടാക്കിയാൽ സുഖം കിട്ടും, കാറ് വാങ്ങിയാൽ സുഖം കിട്ടും, പൈസ ഉണ്ടായാൽ സുഖം കിട്ടും. പക്ഷെ ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആയുസ് ഏതാണ്ട് തീരും. പെട്ടെന്ന് ഉണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതായിട്ട് വരും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മള് ആഹാരം കിട്ടേണ്ട സമയത്ത് ചെറുപ്പത്തിൽ നമുക്ക് ആവശ്യത്തിന് 3 നേരം കഴിക്കാൻ ആഹാരം കാണത്തില്ല. അന്ന് 1 നേരമോ 2 നേരമോ കഴിച്ച് വളർന്നിട്ട് പ്രായമാകുമ്പോൾ മക്കളൊക്കെ സമ്പാദിച്ച് ഒരുപാട് പൈസ വരുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ആണ്, നമുക്ക് BP ആണ്, നമുക്ക് ഷുഗർ ആണ്, നമുക്ക് ഇതെല്ലാം കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ, കഴിക്കാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും കഴിക്കാനുണ്ട്, പക്ഷെ കഴിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ജീവിതത്തിന്റെ വൈപരീത്യം. ഈ സത്യം എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്? ഏതായിരുന്നാലും അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു താൽക്കാലിക അവസ്ഥയാണ്. ഈ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവൻ അടിവിട്ട് വീഴുമ്പോഴ് പിന്നെ കിടന്നിട്ട് കണ്ണുരുട്ടിയിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ മാപ്പ് അപേക്ഷിച്ചിട്ടോ യാതൊരു കാര്യമില്ല. ആരോഗ്യമുള്ളപ്പോഴാണ് ഈശ്വരനെ അന്വേഷിക്കേണ്ടത്. രോഗിയായി കിടക്കുമ്പോൾ ദൈവമേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ, എന്റെ ക്യാൻസർ ഒന്ന് മാറ്റിത്തരണമേ, എന്റെ കൊളസ്ട്രോൾ ഒന്ന് മാറ്റിത്തരണമേ, എന്റെ BP ഒന്ന് കുറയ്ക്കണമേ എന്ന് കിടക്കുമ്പോഴല്ല വിളിക്കേണ്ടത്. ആരോഗ്യമായി നടക്കുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങൾക്കും സുഖം കിട്ടും, അവർക്കും സുഖം കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട് നന്നാകും, നമ്മുടെ അയൽക്കാരന്റെ വീട് നന്നാകും. അയൽക്കാര് എല്ലാവരും നല്ല ആകുമ്പോൾ ആ നാട് നന്നാകും. നാട് നന്നാകുമ്പോൾ ദേശം നന്നാകും. ദേശം നന്നാകുമ്പോൾ ലോകം നന്നാകും. അതുകൊണ്ട് പരസ്പരം തല്ലുകൂടാതെ, പരസ്പരം ദ്വേഷിക്കാതെ, പരസ്പരം കുറ്റം പറയാതെ നമ്മള് സന്തോഷത്തോടെ ഗുരുവിന്റെ പേരിൽ ഗുരു നമുക്ക് എന്താണോ ലോകത്തിന് വിഭാവനം ചെയ്ത്, എന്താ സന്ദേശമാണോ നമുക്ക് തന്നിട്ട് പോയത്, ആ ഗുരുവിനെ സ്മരിക്കുന്ന ഈ 16-ാം ഇതിന്റെ ഈ പ്രതിഷ്ഠാ ദിനത്തിനെ സൂചിപ്പിക്കുന്ന എന്താണ്? ഗുരു എങ്ങും പോയിട്ടില്ല. ഗുരു ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. ഗുരു അദൃശ്യമായി നിന്ന് പ്രവർത്തിക്കുന്നു. ആ അദൃശ്യ ശക്തിയെ നമ്മുടെ ഉള്ളുകൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ വിവേകം കൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ നന്മ കൊണ്ട് തിരിച്ചറിയുക. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഈ നമ്മൾ ആന്തരികമായിട്ട് സൽക്കർമ്മം ചെയ്തും നന്മ ചെയ്തും നമ്മുടെ മനസ്സിനെ ഒരു കുട്ടിയെ പോലെ അതിനെ പരിശുദ്ധമാക്കിയും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ഒരു പൈതലിന്റെ മനസ്സായിരിക്കണം ഒരു ഭക്തന്റെ മനസ്സ്. അവനിലെ ഒരു വേർകൃത്യമില്ല. കൊച്ചുകുട്ടികൾക്ക് അമ്മയാരെ, അച്ഛനാരെ, ബന്ധുവാരെ, ശത്രുവാരെ അവരറിയത്തിൽ എല്ലാവരെയും നോക്കി ചിരിക്കും, എല്ലാവരോടും സന്തോഷം കാണിക്കും, എല്ലാവരോടും കൈ കാണിക്കും. അതേമാതിരി നമ്മളും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ഈശ്വരനെ ഭജിക്കുവാൻ, ഓർക്കുവാൻ, സ്മരിക്കുവാൻ തയ്യാറാകണം. ഈശ്വരന്റെ പേര് പലതായിരിക്കാം, ശക്തി ഒന്ന് തന്നെയാണ്. ആർക്കും അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ദേവതയോ ദേവനെയോ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ ആ ദേവന്റെ താല്പര്യം അറിഞ്ഞ് ജീവിച്ച് ആ ദേവനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ ആ ഭക്തി കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. മറ്റൊരാള് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുക്തി ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അവനവൻ സ്വയം നന്നാകണം. അവനവൻ സ്വയം നന്നാകുവാൻ അവരവര് നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക. ഇങ്ങനെയുള്ള സത്സംഗത്തിൽ വരുമ്പോൾ, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഗുരുവചനങ്ങൾ ശ്രവിക്കുമ്പോൾ അത് കേട്ടത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുവാനുള്ള ഒരു ആർജവം ഉണ്ടാകണം. ഇവിടെ ഇരുന്ന് കേൾക്കും, ശരിയാണെന്ന് തോന്നും, പക്ഷെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപടി. അതല്ല ജീവിതം. ഗുരു നമ്മളെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരു പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. മറ്റുള്ളവർക്ക് എല്ലാം സംസ്കൃത പണ്ഡിതൻ ശ്രീ ശങ്കരാചാര്യർക്ക് പോലും തെറ്റുപറ്റി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ പോലും ഒരു സമയത്ത് ചാതുർവർണ്ണയത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. അവസാനം ശിവന് രൂപം മാറി ശങ്കരാചാര്യരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ചണ്ടാളനില്ല, അല്ലെങ്കിൽ ജാതി അങ്ങനെ ഉച്ചനീചത്വമില്ല. ഈശ്വരൻ സൃഷ്ടി ചെയ്യുന്നത് എല്ലാവർക്കും തുല്യ അധികാരത്തോടും തുല്യ അവകാശത്തോടുമാണ്. ജാതി എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാണ്, അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും ചിലര് ആചാരങ്ങൾ തുടരണം, ജാതി തുടരണം, അല്ലെങ്കിൽ ചാതുർവർണ്ണയം വേണമെന്ന് ആരാ പറയുന്നത്? അതുകൊണ്ട് ഗുണമുള്ളവർ മാത്രമാണ് പറയുന്നത്. 20% 15% ഉള്ളവരെ 80% ആൾക്കാരെ അടിച്ച് അവരുടെ മേൽക്കോയ്മയുണ്ടാക്കി അവരെ തളർത്തിക്കെടുത്തുകൊണ്ട് സുഖം പ്രാപിക്കാൻ വേണ്ടി കുറെ ആചാരങ്ങൾ ഉണ്ടാക്കി കാലത്തിനനുസരിച്ച്. അതൊക്കെ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ ഓർക്ക്, ഗുരുദേവൻ പ്രവർത്തിക്കുമ്പോൾ ആരോടും അഭിപ്രായം ചോദിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് കാണിക്കുക ചെയ്തത്. 1888 ശിവപ്രതിഷ്ഠ ചെയ്യുന്നത് ഒരു വനത്തിലാണ്. അവിടെ മനുഷ്യവാസം തന്നെ കുറവാണ്. ആ കാടുപിടിച്ച സ്ഥലത്ത് രാത്രിയിൽ 12 മണിക്ക് ഒരു ആരും കൊത്തിവെക്കാത്ത, ആരും കണ്ടെത്താത്ത ഒരു ശിലാതലവുമായി വന്നിട്ട് 2-3 മണിക്കൂർ നിന്നിട്ട് ഓം നമഃശിവായ മന്ത്രം ജപിച്ചിട്ട് ഒരു വലിയ ഒരു ശക്തിപ്രഭാവം, ഒരു വെളിച്ചമുണ്ടായി, പ്രകാശമുണ്ടായി. ശിലയോട് ചേർക്കുക ചെയ്തത്. ഒരു തന്ത്രിയും അവിടെ വർക്ക് ചെയ്തില്ല, ഒരു ആചാരവും അവിടെ നടന്നില്ല. ശിലയോട് ചേർത്ത് വെച്ചിട്ട് ഇന്ന് 135 വർഷം കഴിഞ്ഞിട്ട് പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നില്ല. അപ്പോൾ ശിവശക്തി ഉണ്ട്, അല്ലെ ഈശ്വര ശക്തി ഉണ്ട്. അതിതാണെന്ന് പാവപ്പെട്ടവരെ കാണിച്ചു കൊടുത്തു, പാവപ്പെട്ടവരെ അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് നിനക്കുപരിയായ ഒരു ശക്തിയില്ല, നീ തന്നെയാണ് ദൈവം, നിന്നിൽ തന്നെയാണ് ദൈവം. പക്ഷെ അത് നീ ആകണം. നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റിയാൽ നിനക്ക് പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് മാറിപ്പോകാൻ സാധിക്കും. അതുകൊണ്ട് സുഖം തേടി, ഈശ്വരനെ തേടി, ശക്തിയെ തേടി നിങ്ങൾ ഈ ലോകം മുഴുവൻ അലയേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇതുണ്ടല്ലോ, ഒരു അമൃത വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മൃഗമുണ്ട്. എന്താ പറയുന്നതിന്? കസ്തൂരി. കസ്തൂരിയുടെ പിൻപിലാണ് കസ്തൂരി ഉള്ളത്. പക്ഷെ ആ പാവത്തിന് അറിയത്തില്ല ഈ കസ്തൂരി എന്നിലാണ് ഇരിക്കുന്നത്. അത് അതിന്റെ ചുറ്റുപാടും മണപ്പിച്ച് നടക്കുകയാണ്. കസ്തൂരി മണക്കുന്നുണ്ടല്ലോ, മണം കിട്ടുന്നുണ്ടോ, പക്ഷെ സാധനം കാണുന്നില്ല. അപ്പൊ അതിങ്ങനെ ഓടി നടക്കുകയാണ് കസ്തൂരി തേടി. അതുപോലെ നമ്മളും ഈശ്വരനുണ്ട്, ശരിയാണ്, കാണണമല്ലോ, അതിനെ പുറത്തിങ്ങനെ അന്വേഷിക്കുകയാണ്. അകത്ത് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ അകം പൊള്ളയാണ്, അകം മലീമനസ്സമാണ്. നമ്മൾ പുറമേ എല്ലാം ചട്ടക്കൂട്ടൊക്കെ ഇട്ടിട്ട് സെന്റൊക്കെ അടിച്ച് വളരെ ഇതായിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ അകം അതുപോലെയല്ല. നമ്മുടെ അകം വൃത്തിയാക്കണം. അകം വൃത്തിയാകാതെ, അകത്ത് സാത്വിക ഗുണങ്ങൾ ഉണ്ടാക്കാതെ, നന്മയുണ്ടാകാതെ, സ്നേഹമുണ്ടാകാതെ, സത്യത്തെ നമ്മൾ അറിയാതെ നമ്മളെങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാം. എല്ലാവർക്കും കുറ്റം പറയാൻ അറിയാം. അവൻ അങ്ങനാണ്, അവൾ അങ്ങനാണ്, മറ്റേതങ്ങനാണ്. അവനവന്റെ കുറ്റം ആരും തിരയുന്നില്ല. നീ ആദ്യം നിന്നിലേക്ക് പോകൂ, നിന്റെ കുറ്റം കണ്ടുപിടിക്കൂ, അത് ആദ്യം തിരുത്തൂ, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കൂ. അപ്പോഴേ നമുക്ക് മനസ്സിലാകും ആ മനുഷ്യത്വം എന്താണ്, മനുഷ്യൻ എന്താണ്, ദൈവം എന്താണ്, ദേവൻ എന്താണെന്ന്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല, എത്ര കേട്ടാലും മതിയാകില്ല. പക്ഷെ അത് ഈ ഇങ്ങനെയുള്ള വേദികളിൽ പറഞ്ഞില്ല എങ്കിൽ അത് ഒരു പ്രയാസമാണ്. ഇത്രയും 16ാമത് നമ്മളെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുമ്പോൾ ഗുരുവിനെ കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ പറഞ്ഞില്ലെങ്കിൽ
എനിക്കൊരു സങ്കടമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് പല വേദികളിലും ഗുരുദേവനെ കുറിച്ച് പറയാൻ നിങ്ങൾ അവസരം തന്നിട്ടുണ്ട്. 50 വർഷം പിന്നിടുകയാണ് എസ്എൻ സമാജം ഫരീദാബാദിൽ ഉണ്ടായിട്ട്. അന്നു മുതൽ ഞാൻ ഒരു കാര്യം കണ്ടു, ജാതി മത ഭേദമന്യേ ഗുരുവിന്റെ കാര്യത്തിൽ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് സഹായിച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുവിന്റെ സന്നിധിയിൽ നിന്ന് ഗുരുവിന്റെ സദ്യകൾ ഉണ്ണാൻ വളരെ തിരക്ക് കൂട്ടിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തോ ഗുരുവിനോട് ആളുകൾക്ക് ഒരു പ്രത്യേക പ്രതിപത്തിയും സ്നേഹവും ആദരവും ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളെ വിളിച്ചില്ലെങ്കിലും വിളിച്ചും വിളിക്കാതെയും ഒക്കെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് അവിടം വരെ പോകാം, കാണാം, കേൾക്കാം, എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാം. അത് എന്റെയോ ഇവിടുത്തെ പ്രവർത്തകരുടെയോ കഴിവല്ല, ഗുരുവിന്റെ ഒരു ശക്തിയാണ്, ഗുരുവിന്റെ തേജസ്സാണ്, ഗുരുവിന്റെ അനുഗ്രഹമാണ്. ഇന്ന് നോക്കൂ, പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് തിരിച്ചറിയുക. ഗുരു ആർക്കും അന്യനല്ല, എല്ലാവരിലും ഉണ്ട്, എല്ലാവരിലും നിറഞ്ഞു നിൽക്കുക. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപതെന്നാണ് ഗുരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ മഹിമാവിനെ നമ്മൾ അന്തർലീനമായിട്ട് ഉൾക്കൊള്ളുവാൻ, ആ അനുഭവത്തിലേക്ക് എത്തുവാൻ, അതിന്റെ സായുജ്യം പകരുവാൻ ജീവിച്ചിരിക്കുമ്പോൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം പാഴായി പോകും. എത്രയോ ജന്മം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പോൾ ഇന്ന് ഈ വേഷത്തിലും ഈ രൂപത്തിലും ഈ ഭാവത്തിലും ഇരിക്കുന്നത്. ഈ വേഷവും വിട്ടുപോകും, ഈ വേഷവും മറഞ്ഞു പോകും, തീർന്നു പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മൾ ആരായിരുന്നു നമുക്കറിയില്ല. മരിച്ചു കഴിഞ്ഞ് നമ്മൾ ആരാണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അവൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നന്നാകാൻ ശ്രമിക്കുക, ഉണരാൻ ശ്രമിക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണരാൻ ശ്രമിക്കുക. ഇത് നമ്മളെല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. കുടുംബത്തിലുള്ളവർക്കെല്ലാം എന്താ, മക്കൾ വേണം, മക്കളെ പഠിപ്പിക്കണം, നന്നാക്കണം, വിവാഹം കഴിക്കണം, അവർക്ക് നല്ല കുട്ടികളുണ്ടാകണം, സമ്പന്നരായി സമർത്ഥരായി സുഖത്തിന്റെ എല്ലാ ചരമസീമയിലും എത്തി ലോകത്തിൽ അവര് പേരും പെരുമയുള്ളവരായി ജീവിക്കണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ ഇന്ന് കാണുന്നുണ്ട്, അച്ഛനും അമ്മമാരും വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് പഠിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ അവന് നല്ല ജോലി, നല്ല ശമ്പളമായി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ ഉപേക്ഷിച്ചിട്ട് അവൻ പോവുകയാണ്. പിന്നെ ഭാര്യയ്ക്കടിമയാണ്, അല്ലെ കുട്ടികൾക്കടിമയാണ്. തന്റെ കുടുംബം, തന്റെ കുട്ടികൾ തന്റേതെന്നും പറഞ്ഞിട്ട് നടക്കും. പക്ഷേ അവർക്കും ഈ അവസ്ഥ വരും. അച്ഛനമ്മമാർക്ക് ദുഃഖമുണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സമയത്ത് അച്ഛനും അമ്മ ആകും. നിങ്ങളുടെ കുട്ടികൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് ദ്രോഹം ചെയ്യും. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും പ്രായമുള്ളവരെയും മുതിർന്നവരെയും ദ്രോഹിക്കാതിരിക്കുക. അവരുടെ സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അവരെ സേവിക്കുക നമ്മുടെ ധർമ്മമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സേവിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ നമ്മുടെ കുട്ടികളും നമുക്ക് പിന്നാലെ വരും. അവർ കരുതും, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് കേരളത്തിൽ പലയിടത്തും കാണാം, മക്കളെല്ലാം വലിയ ഉന്നതരാണ്, വെളിനാട്ടുകളിലാണ്, US-ലാണ്, മറ്റുള്ളിടത്താണ്. പണം ഇഷ്ടംമാതിരിയുണ്ട്. അവരുടെ അച്ഛനും അമ്മയും അവരെ സ്നേഹം കിട്ടാതെ അവർ അനാഥാലയങ്ങളിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. എപ്പോഴാണ് അവർക്ക് മരണം വന്ന് വിളിക്കുന്നത്, മരണം അത്യാഹിതമാകുന്നെന്ന് പോലും അറിയില്ല. അപ്പം മരണം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അവിടെ ഇത് മോർച്ചറിൽ വെച്ചിട്ട് മക്കൾ കാണാൻ വന്നു ആർഭാടമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകും. ജീവിതത്തിന്റെ ഓരോ പ്രത്യേകതയാണ്. പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും ഈശ്വരൻ മാത്രമാണ് തുണ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. മറ്റുള്ളവരൊക്കെ കൈവിട്ടു പോകും. മരണത്തിൽ നമ്മുടെ കൂടെ ആരും വരില്ല. അത് നിങ്ങൾ രോഗശൈലിയിലായിരുന്നോ, അപകടത്തിലാണെങ്കിലോ, മറ്റെന്തെങ്കിലും ആണെങ്കിലോ, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് എന്നും എപ്പോഴും കൂട്ടുണ്ടായിരിക്കുക, സമാധാനം തരിക. നിങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നത്, അനുഗ്രഹമായി നിൽക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. അതുകൊണ്ട് കുഴിയിൽ വീഴുമ്പോഴല്ല ഈശ്വരനെ അറിയേണ്ടത്. കുഴിയിൽ വീഴുന്നതിന് മുൻപ് എന്റെ ഗുരു, എന്റെ ഈശ്വരൻ, എന്റെ ദൈവം, ആ ദൈവത്തെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല. ആ ഗുരുവിന്റെ ഹിതത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, ഗുരുമാർഗത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് മരണത്തെ പോലും ഭയമില്ല. മരണത്തിലും എനിക്ക് കൂട്ടായി എന്റെ ഗുരു ഉണ്ടായിരിക്കും, ഈശ്വരൻ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വളരെ കരുത്ത് തരും. നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. ചിരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന്
നിങ്ങൾക്ക് യാത്രയാകാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം ഗുരുവിനെ വിളിക്കുന്ന ആ പ്രകൃതം മാറ്റി എപ്പോഴും എന്നും വിളിക്കുന്ന ഒരു പ്രകൃതമുള്ളവരാക്കി വീട്ടിലും പുറത്തും ആരാധനാലയങ്ങളിലും എപ്പോഴും ഗുരുവാണ് വലുത്, ഗുരുവാണ് ഉന്നതൻ, ഗുരു നമുക്ക് ആശ്രയമാണ്, അനുഗ്രഹമാണ്, താങ്ങാണ്, തണലാണ്. ഏത് വീഴ്ചയിലും നമ്മളെ പിടിച്ചുയർത്തുവാൻ ഗുരു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവന് ഒരു വീഴ്ചയും ഉണ്ടാകില്ല. ആ വീഴ്ചയുണ്ടായാൽ തന്നെ പെട്ടെന്ന് അവൻ എഴുന്നേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എനിക്കറിയാവുന്ന ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നുവെങ്കിൽ, ആ ഗുരുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ഗുരുപൂജയ്ക്കും പുഷ്പാഞ്ജലിക്കും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് ആരാധനകൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലുടൻ തന്നെ ഗുരുവിന്റെ പ്രസാദമുണ്ട്, സദ്യയുണ്ട്. അതെല്ലാം ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി മടങ്ങാം. എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ആശ്രയമായിരിക്കട്ടെ. നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ഗുരുവിന്റെ ശക്തിയും ഓജസ്സും തേജസ്സും അറിവും നിങ്ങൾക്ക് പ്രയോജനം തരട്ടെ, ഒരു മാർഗനിർദ്ദേശം തരട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാരായണ നിന്നെ കാണുവാനായി വന്നതും ദൈവമേ കാത്തുകൊള്ളുക, ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, കൈവിടാതിങ്ങു ഞങ്ങളെ, ആവികന്നീ ഭവാബ്ദിക്കോ, ആവികന്നീ ഭവാബ്ദിക്കോ, ആവിവൻ തോണി നിൻ പദം, ആവിവൻ തോണി നിൻ പദം, ഒന്നൊന്നായി എണ്ണി എണ്ണി, ഒന്നൊന്നായി എണ്ണി എണ്ണി, തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ, തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ, നിന്നിടും ദൃക്കുപോലുള്ളം, നിന്നിടും ദൃക്കുപോലുള്ള, നിന്നിലാസ്പന്ദമാകണം, നിന്നിലാസ്പന്ദമാകണം, അന്യവസ്ത്രാദി മുട്ടാതെ, അന്നവസ്ത്രാദി മുട്ടാതെ, തന്നു രക്ഷിച്ചു ഞങ്ങളെ, തന്നു രക്ഷിച്ചു ഞങ്ങളെ, അന്യരാക്കുന്ന നീ ഒന്ന്, ധന്യരാക്കുന്ന നീ ഒന്ന്, തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ, തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ, ആഴയും തിരയും കാറ്റും, ആഴിയും തിരയും കാറ്റും, ആഴവും പോലെ ഞങ്ങളും, ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും, മായയും നിൻ മഹിമയും, നീയുമെന്നുള്ളിലാകണം, നീയുമെന്നുള്ളിലാകണം, നീയല്ലോ സൃഷ്ടിയും, നീയല്ലോ സൃഷ്ടിയും, സൃഷ്ടാവായതും, സൃഷ്ടാവായതും, സൃഷ്ടിജാലവും, സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ, നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും, നീയല്ലോ മായയും, മായാവിയും, മായാവിനോദനും, മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി, നീയല്ലോ മായയെ നീക്കി, സായോജ്യം നൽകുമാര്യനും, സായൂജ്യം നൽകുമാര്യനും, നീ സത്യം ജ്ഞാനമാനന്ദം, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും, നീ തന്നെ വർത്തമാനവും, ഭൂതവും ഭാവിയും, ഭൂതവും ഭാവിയും, വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ, വേറെല്ലോതും ഒഴിയുമോർക്കിൽ നീ, അകവും പുറവും തിങ്ങും, അകവും പുറവും തിങ്ങും, മഹിമാവാർന്ന നിൻപദം, മഹിമാവാർന്ന നിൻപദം, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ, പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങേ, ഭഗവാനേ
സുഖം വാഴണം വാഴണം സുഖം കാണപ്പെടുന്നതൊക്കെയും കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി പരമാത്മാവിൽ നിന്നുണ്ടായി അതിലിരുന്ന് അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ യാതൊന്നുമേയില്ല. എന്റെ സകല പാപങ്ങളെയും വറുത്തു കളയുന്നതായ നശിപ്പിക്കുന്നതായ പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ ആ പരമാത്മാവിന്റെ ദിവ്യമായ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നേ. ഓ പരമാത്മാവേ, എനിക്ക് നിന്നെ ധ്യാനിക്കുന്നതിനും ഒടുവിൽ അവിടുത്തെ പരമപദം പ്രാപിക്കുന്നതിനും അവിടുന്ന് ഇടയാക്കണമേ. എന്റെ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതൊന്നും നിത്യമല്ല. ഈ ശരീരവും നീർക്കുമള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോകിലും നാം അപ്രകാരം ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതുകളൊന്നും നമ്മെ തൊട്ടു തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാനൂണിലും ഉറക്കത്തിലും സർവദാ ചിന്തിക്കുമാറാകണമേ. എന്റെ ഭൂലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുന്നതിനും ഒടുവിൽ അവിടുത്തെ പരമപദം പ്രാപിക്കുന്നതിനും അവിടുന്ന് ഇടയാക്കണമേ. എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. ഓം സർവേശ്വരായ നമഃ. 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 ദേവാദിദേവനാം നാരായണ, പ്രാർത്ഥന കേൾക്കണേ നാരായണ. 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 ദേവന്മാരും ഇതാ ദൂതന്മാരും തൃപ്പാദ പത്മത്തിൽ കുമ്പിടുന്നേ. ദേവന്മാരും ഇതാ ദൂതന്മാരും തൃപാദപത്മത്തിൽ കുമ്പിടുന്നേ. ലോകത്തെ സൃഷ്ടിച്ച നാരായണൻ ലോകത്തെ രക്ഷിപ്പാൻ വന്നിടുന്നേ. 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 നിന്റെ വാരവിനെ ആരു കണ്ടു? നീരെയും നന്മകൾ ആരറിഞ്ഞു? ദേവ
ചെയ്യും നന്മകളാരറിഞ്ഞു? നിന്റെ വരവിനെ ആരു കണ്ടു? നീ ചെയ്ത നന്മകളാരറിഞ്ഞു? ലോകമാറിയട്ടെ നാരായണ, ലോകരുണരട്ടെ നാരായണ. ലോകരറിയട്ടെ നാരായണ, ലോകരുണരട്ടെ നാരായണ. ലോകമാറിയട്ടെ നാരായണ, ലോകരുണരട്ടെ നാരായണ. ലോകമറിയട്ടെ നാരായണ, ലോകരുണരട്ടെ നാരായണ. അത്ഭുതം കാട്ടണേ നാരായണ, അതിശയം കാട്ടണേ 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 നാരായണ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്നെ നോക്കി കേഴുന്നു കേഴുന്നു നാരായണ. നിന്നുടെ കുഞ്ഞുങ്ങൾ നിന്നെ നോക്കി കേഴുന്നു കേഴുന്നു നാരായണ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്നെ നോക്കി കേഴുന്നു കേഴുന്നു നാരായണ. നിന്നുടെ കുഞ്ഞുങ്ങൾ നിന്നെ നോക്കി കേഴുന്നു കേഴുന്നു നാരായണ. ദുഃഖമാകറ്റി തുണച്ചിടുവാൻ പ്രത്യക്ഷമായിട്ടു വന്നിടണേ. ദുഃഖമകറ്റി തുണച്ചിടുവാൻ പ്രത്യക്ഷമായിട്ടു വന്നിടണേ. ദോഷങ്ങൾ നീക്കണേ നാരായണ, സർവദോഷങ്ങൾ നീക്കണേ നാരായണ. ദോഷങ്ങൾ നീക്കണേ നാരായണ, സർവദോഷങ്ങൾ നീക്കണേ നാരായണ. ശാപങ്ങൾ നീക്കണേ നാരായണ, സർവശാപങ്ങൾ നീക്കണേ നാരായണ. ശാപങ്ങൾ നീക്കണേ നാരായണ, സർവശാപങ്ങൾ നീക്കണേ നാരായണ. രോഗങ്ങൾ നീക്കണേ നാരായണ, സർവരോഗങ്ങൾ നീക്കണേ നാരായണ. രോഗങ്ങൾ നീക്കണേ നാരായണ, സർവരോഗങ്ങൾ നീക്കണേ നാരായണ. ശാന്തി വാരുത്തണേ നാരായണ, രോഗശാന്തി വാരുത്തണേ നാരായണ. ശാന്തി വരുത്തണേ നാരായണ, രോഗശാന്തി വരുത്തണേ നാരായണ. ശാന്തി വാരുത്തണേ നാരായണ, ഭൂതശാന്തി വാരുത്തണേ നാരായണ. ശാന്തി വരുത്തണേ നാരായണ, സർവശാന്തി വരുത്തണേ നാരായണ. ശാന്തി വാരുത്തണേ നാരായണ, പാപശാന്തി വാരുത്തണേ നാരായണ. ശാന്തി വരുത്തണേ നാരായണ, പാപശാന്തി വരുത്തണേ നാരായണ. ശാന്തി വാരുത്തണേ നാരായണ, സർവശാന്തി വാരുത്തണേ നാരായണ. ശാന്തി വരുത്തണേ നാരായണ, സർവശാന്തി വരുത്തണേ നാരായണ. പരമകാരുണികനായ സർവശക്തിയുള്ള ഭഗവാനെ, ലോക സൃഷ്ടാവായി വാഴുന്ന ശ്രീനാരായണ, മഹാസമാധിക്കു ശേഷവും അടിയങ്ങളുടെ നടുവിൽ അത്ഭുതകരങ്ങളായ പ്രവൃത്തികൾ കാഴ്ചവെക്കുന്ന അടിയങ്ങൾ അറിയുന്നു. രോഗശാന്തി, ഭൂതശാന്തി, പാപശാന്തി, സർവശാന്തി അവിടുന്ന് എന്റെ ഭക്തജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായി അറിയുന്നു, അനുഭവിക്കുന്നു. ഭഗവാനെ, ലോകത്തിൽ അടിയങ്ങളെ രക്ഷിപ്പാനും താങ്ങി തലോടുവാനും അടിയങ്ങൾക്ക് മോക്ഷമാർഗം തെളിച്ചു തരുവാനും അങ്ങല്ലാതെ മറ്റാരുമില്ലേ. അവിടുത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഏഴകളുടെ മേൽ കൃപാകടാക്ഷമുണ്ടാകണമേ. അനുഗ്രഹാശിസുകൾ ചൊരിയണമേ. അവിടുത്തെ കീർത്തിയും മഹത്വവും ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുവാൻ നിന്റെ ജനതയിലൂടെ നീ ഉണർന്ന് പ്രവർത്തിക്കണമേ. മാർഗദർശനം നൽകണമേ. ഈ എളിയ സ്ഥാപനത്തെ തൃക്കരങ്ങളാൽ അനുഗ്രഹിച്ചു നിലനിർത്തണമേ. ഭഗവാനെ, അടിയങ്ങൾക്ക് എല്ലാമായി അങ്ങല്ലാതെ മറ്റാരുമില്ലേ. എല്ലാ സങ്കടങ്ങളും, എല്ലാ കഷ്ടതകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ അഭിലാഷങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നേ. ലോകത്തിൽ അക്രമവും അനീതിയും താണ്ഡവമാടുന്നത് അവിടുന്ന് കാണുന്നുണ്ട്.
ലോകത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാൻ അവിടുന്ന് എഴുന്നള്ളി പ്രവർത്തിക്കണമേ. ലോകത്തെ രക്ഷിക്കണമേ, നിലനിർത്തണമേ. ശാന്തമായി ലോകം നിലനിന്നു പോരുവാൻ കൃപയുണ്ടാകണമേ. എല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഭഗവതേ നിത്യസിദ്ധമുക്തമഹാത്മനി നാരായണീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരൈ കുർവതൈ ശാന്തൈ തടാശ്രീ ശിശസഞ്ജയാൽ ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓം നമോ സ്വാമിനാരായണായ. ഓം നമോ സ്വാമിനാരായണായ. ഓം നമോ സ്വാമിനാരായണായ. കൊടുത്ത സംഭാവന എഴുതിയിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മണിക്കൂട്ടിനുമായിട്ട് സംസാരിക്കുക. ഗുരുപൂജ, മഹാഗുരുപൂജ. സുരേഷ് ബാബു, സുദേവ്, ശ്രീശാന, ശ്രീമയ്, സുർജിത്ത്, ആവണി, ലക്ഷ്യ, ദിവ്യ സുരേഷ്, വിഷ്ണു ദിവ്യ, പ്രശാന്ത്, പ്രസന്ന, ആസുര സോമൻ, ശാന്തമ്മ, ബേബി, വിജയാൻസ്രാജ്, വിനീത, അനിൽകുമാർ, ജയചന്ദ്രൻ CS, ശോഭാ ചന്ദ്രൻ, വിഷ്ണു ചന്ദ്രൻ, വർഷ ചന്ദ്രൻ, ശ്യാമള, വിനേഷ് കുമാർ, വിലാസിനി സോമൻ, സിൻഡോ ബാബു, അഞ്ജലി, ധ്യാൻ, കമല, സായി, അക്ഷിത, നിഖിൽ ശശി, നിതിൻ ശശി, സുശീല, PT ശശിധരൻ, ശരത് ബാബു, സോമരാജൻ, കുഞ്ചുമോൾ, അഭിമന്യു, അഞ്ജിത, രേവതി, സിന്ധു, കാർത്തിക്, അഖില, സതീഷ്. അനന്യ സതീഷ്, ഗോഡ്വിൻ, എലീഷ, TV ചന്ദ്രൻ, വാസുദേവൻ, ഗുരുദേവൻ എന്റർപ്രൈസസ്, സുകുമാരൻ, പൊന്നമ്മ, ശ്യാമള ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശിഖ ശരത്, മൃണാൾ അരുൺ, ശരണ്യ മൃണാൾ, ഗിരിദേവ്, അഞ്ജന, മാൻസി ദേവ്, മാൻസി ഇൻഡസ്ട്രിയൽ സർവീസസ്, മണിക്കുട്ടൻ, സരസമ്മ, ശ്യാമള, വേദാനന്ദ, രാജേഷ്, ദിവാകരൻ, വസന്ത, ദീപക്, ദിവ്യ, ഗൗരവ്, തുഷാർ, ആദിത്യ, ആര്യ, ശ്രീരാജ്, രമേശ്, അഭിലാഷ്, വനജ, അതുൽ അഭിലാഷ്, സരോജിനി ദാസ് ഘോഷ്, സൗമ്യ മോഹൻ, റിബിൻ കുമാർ, ശ്രീവ, കൊച്ചുമോൻ, സുരേന്ദ്രൻ സി, ശശിധരൻ, ശശികല,
അനന്യ ഗണേഷ്, ഗണേഷ് രാജേന്ദ്രൻ എസ്, ലാലി രാജേന്ദ്രൻ, അശ്വനി രാജ്, പ്രേംകുമാർ, പ്രിയ വിശ്വനാഥൻ, മായ, ഗൗരി, ഗായത്രി, ഉത്തമൻ, ഗോപി, ശിവപ്രിയ, അഖിൽ, നളിനി മോഹൻ, അർജുൻ, നന്ദകുമാർ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഗുരുദേവൻ ലിസ്റ്റിൽ പെടുത്തിക്കോളും എന്ന് പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ കുറച്ച് ഇന്നത്തെ ദിവസത്തെ പുഷ്പാഞ്ജലി ലെവിൻ, മഞ്ജരി, കമലൻ, ജയപ്രകാശ്, യശോദ, രേവതി, ധർമ്മരാജൻ, കമലൻ, മഞ്ജരി, ധർമ്മരാജൻ, ഓരോരുത്തർ പ്രസാദ് ഭസ്മ വേണ്ടവർ വാങ്ങും. ഭസ്മം വേണമെങ്കിൽ റിട്ടേൺ ഉണ്ടാക്കണം.